ഹായ് ഹലോ നമുക്ക് പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യാനുള്ളത് 1.5 കിലോ വെയിറ്റ് വരുന്ന കുൽഫി കേക്കാണ് കേട്ടോ. ഞാൻ കേക്ക് 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ 5 ലെയേഴ്സാണ് കേട്ടോ ഞാൻ കേക്കിന് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന് അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഉണ്ടാവുമല്ലോ ഉള്ളിൽ, അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് പെട്ടെന്നാവും. അപ്പോൾ ഈ ഒരു കേക്ക് സുപ്ര തീമിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളതിന് മാച്ചായിട്ടുള്ള ഫോട്ടോസ് നമ്മൾ ലേസർ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കാണ് കേട്ടോ കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാറും ഈ ഒരു ലോഗോയും നിർബന്ധമായിട്ടും കേക്കിൽ വെക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേസർ പ്രിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഓട്ടോയിൽ ഡെലിവറി ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബട്ടർഫ്ലൈ തീം കേക്കാണ് കേട്ടോ. ഇത് 1 കിലോ വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. ഞാൻ 6 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഒരു വയലറ്റ് ഷെയ്ഡ്, ഏകദേശം ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ആ ഒരു വയലറ്റ് കളറ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കളർ ആയിട്ടുള്ളത്. പക്ഷേ അതും കറക്റ്റ് വയലറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വയലറ്റ് ഗ്ലിറ്റർ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കളറിന് മാച്ചായിട്ടുള്ള ബട്ടർഫ്ലൈസും പിന്നെ ഓരോ ഗ്യാപ്പിലായിട്ട് ഞാൻ ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പല സൈസിലുള്ളത് ചെറുതും വലുതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബേബീൻ്റെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ ബോർഡയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കൊരു ഹാഫ് ബർത്ത്ഡേ കേക്കാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇതൊരു 1/2 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ്. നമ്മൾ 6 ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ എല്ലാ കാര്യങ്ങളും കസ്റ്റമർ തന്നെയാണ് ഫിക്സ് ചെയ്തിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അവർ ഫുള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വൈറ്റ് പിങ്ക് തീമിലാണ് കേക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ബേബീൻ്റെ ഡ്രസ്സ് ആ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈറ്റ് ക്രീമിൽ ഫ്രോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ താഴെ മാത്രമായിട്ട് നമ്മൾ ഈ ഒരു പിങ്ക് കളർ കൊടുക്കുന്നുണ്ട്. ഇനി മോളുടെ നെയിമും പിന്നെ ഒരു ഹാഫ് വേ ടു 1 എന്നുള്ളതൊക്കെ നമ്മൾ ഫോണ്ടൻറ്റിൽ പിങ്ക് കളറിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം തലേന്ന് തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ബട്ടർഫ്ലൈ തീം കേക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഫുള്ളി ബട്ടർഫ്ലൈ തീം ഒന്നുമല്ല. അവർ റെഫറൻസ് പിക്ക് പല പിക്ക് തന്നിട്ട് എല്ലാത്തിൽ നിന്നും ഓരോന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ വെച്ച് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ അവർ ചെറിയൊരു ഫോട്ടോ എടുക്കാൻ മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിങ്ക് ഓൾറെഡി നമ്മളെ കയ്യിൽ ഈ ഒരു സെയിം എക്സാക്റ്റ് ഈ ഒരു ഫോട്ടോ നമ്മളെടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ തന്ന അതേ പിക്കിലത്തെ അതേ ബട്ടർഫ്ലൈനെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു കേക്ക് ഓട്ടോയിലാണ് കേട്ടോ കൊടുത്തയച്ചത്. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ലുക്ക് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ആനിവേഴ്സറി കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. ഇതൊരു 1.5 കിലോ വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് തന്നെയായിരുന്നു. ഇത് ഞാൻ 7 ഇഞ്ചിൽ തന്നെയാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ ഫ്രണ്ടിനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. നമ്മളടുത്ത് പിക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഇതാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളറിലുള്ള ഹാർട്ട്സ് നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവരുടെ റൈറ്റിങ്സ് നമ്മൾ ഫോണ്ടൻറ്റിൽ എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ടോപ്പറായിട്ട് ഈ ഒരു 2 ഹാർട്ട്സ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.